Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ഇയർ നടന്ന കീം എൻട്രൻസ് എക്സാമിലെ മാത്തമാറ്റിക്സ് പേപ്പറിലെ സൊല്യൂഷൻസ് ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 0 to 1 log 1 by x minus 1 dx. ഇൻ്റഗ്രേഷൻ ആണ് അല്ലേ. അപ്പോൾ സിഗ്നൽസ് ലിമിറ്റും ഉണ്ട്, 0 to 1 എന്ന് പറയുന്ന ഒരു ലിമിറ്റും ഉണ്ട്. ആദ്യം നമുക്ക് ലോഗ് 1 ബൈ എക്സ് മൈനസ് 1നെ LCM എടുത്ത് ലോഗ് 1 മൈനസ് എക്സ് ബൈ എക്സ് ഡി എക്സ് നേടാം. ഇനി ലോഗ് എ ബൈ ബി എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 ലോഗ് 1 മൈനസ് എക്സ് മൈനസ് ലോഗ് എക്സ് ഡി എക്സ്. നമുക്ക് ലിമിറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. അത് രണ്ടും ഈക്വൽ ആണ്. ലിമിറ്റിനെ ആഡ് ചെയ്തിട്ട് അത് എക്സിൽ നിന്ന് മൈനസ് ചെയ്യാം. ആ ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷനും അപ്പോൾ ഈക്വൽ തന്നെയായിരിക്കും. എഫ് ഓഫ് എക്സും എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ആണ് ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആ ഇൻ്റഗ്രേഷൻ ലിമിറ്റിൻ്റെ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to 1 ലോഗ് 1 മൈനസ് എക്സിനെ ഇൻ്റഗ്രൽ 0 to 1 ലോഗ് 1 മൈനസ് ഓഫ് 1 മൈനസ് എക്സ് എന്ന് എഴുതാം. മൈനസ് ലോഗ് എക്സിന് ലോഗ് 1 മൈനസ് എക്സ് എന്ന് എഴുതാം. 1 എങ്ങനെയാണ് വരുന്നത്? ഈ ലോഗ് 1 മൈനസ് എക്സിലെ ഈ 1 എങ്ങനെയാണ് വരുന്നത്? 0 പ്ലസ് 1 1. എ ടു ബിയിലെ എ 0യും ബി 1ഉം ആണ് ഇവിടെ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൽ 1ഉം 1ഉം ക്യാൻസൽ ആയി പോവും. മൈനസ് ഓഫ് മൈനസ് എക്സ് പ്ലസ് എക്സ് ആവും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ 0 to 1 ലോഗ് എക്സ് മൈനസ് ലോഗ് 1 മൈനസ് എക്സ് ഡി എക്സ് നേടാം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 നേടാം. ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ലോഗ് 1 മൈനസ് എക്സ് മൈനസ് ലോഗ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 ലോഗ് എക്സ് മൈനസ് ലോഗ് ഓഫ് 1 മൈനസ് എക്സ് ഡി എക്സ്. ഇതിൽ ലോഗ് 1 പ്ലസ് ലോഗ് 1 മൈനസ് എക്സും മൈനസ് ലോഗ് 1 മൈനസ് എക്സും ക്യാൻസൽ ആവും. മൈനസ് ലോഗ് എക്സും പ്ലസ് ലോഗ് എക്സും ക്യാൻസൽ ആവും. ഇൻ്റഗ്രൽ 0 to 1 0 ഡി എക്സിന് ആൻസർ വരും. ദാറ്റ് ഈസ് 0 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഇ. ഇൻ്റഗ്രൽ 0 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 സൈൻ റേസ് ടു 9x കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു. നമുക്ക് ഇതിൽ സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്, കോസ് എക്സ് ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഒരു ഓഡ് ഫംഗ്ഷൻ്റെയും ഈവൻ ഫംഗ്ഷൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അഗെയിൻ ഒരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 വെൻ എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ അത് തന്നെയാണ് വരുന്നത്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ റേസ് ടു 9x കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓപ്ഷൻ ഇ ആണ് ആൻസർ. നെക്സ്റ്റ്, ഇൻ്റഗ്രൽ ഇ റേസ് ടു 6 ലോഗ് എക്സ് മൈനസ് ഇ റേസ് ടു 5 ലോഗ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 4 ലോഗ് എക്സ് മൈനസ് ഇ റേസ് ടു 3 ലോഗ് എക്സ് ഡി എക്സ് ഈക്വൽ ടു. അതായത് ഇ റേസ് ടു എം ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം ആണ്. അതെങ്ങനെയാണ് വരുന്നത്? എം ലോഗ് എക്സിന് എനിക്ക് ലോഗ് എക്സ് റേസ് ടു എം എന്ന് എഴുതാം. ദെൻ ഇ ടു ദ പവർ ഓഫ് ലോഗ് എക്സ് റേസ് ടു എം എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനാണ്, എക്സ് റേസ് ടു എം ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ ഇ റേസ് ടു 6 ലോഗ് എക്സ് എക്സ് റേസ് ടു 6 ആവും. ഇ റേസ് ടു 5 ലോഗ് എക്സ് എക്സ് റേസ് ടു 5 ആവും. ഇ റേസ് ടു 4 ലോഗ് എക്സ് എക്സ് റേസ് ടു 4 ആവും. ഇ റേസ് ടു 3 ലോഗ് എക്സ് എക്സ് റേസ് ടു 3 ആവും. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയാവും? ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 6 മൈനസ് എക്സ് റേസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ് എന്നാവും. ഇതിൽ എക്സ് റേസ് ടു 5 ഔട്ട്സൈഡ് എടുത്താൽ എക്സ് റേസ് ടു 5 ഇൻറ്റു എക്സ് മൈനസ് 1 വരും. ഇവിടെ എക്സ് ക്യൂബ് ഔട്ട്സൈഡ് എടുത്താൽ എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് 1 ആവും. എക്സ് മൈനസ് 1 ക്യാൻസൽ ആയാൽ എക്സ് ക്യൂബും ക്യാൻസൽ ആവും. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സിന് വരും. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Next question, the area bounded by the curves y equal to 2x and y equal to x square in square unit is. ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏരിയ, രണ്ട് കർവിൻ്റെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. എവിടെ തൊട്ട് എവിടെ വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ മതി. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ രണ്ട് കർവ്സിൻ്റെ ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 2x ഈക്വൽ ടു എക്സ് സ്ക്വയറിന് കൊടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. എക്സിൻ്റെ വാല്യൂ 0 ഓർ 2 വരും. അപ്പോൾ ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ റിക്വയർഡ് ഏരിയ ഇൻ്റഗ്രൽ 0 to 2 അപ്പർ കർവ് മൈനസ് ലോവർ കർവ് ആണ് 2x മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to 2. അപ്പർ ലിമിറ്റ് കൊടുത്ത് എന്ത് വരും? ഈ 2 2 ക്യാൻസൽ ആവും. എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും. 2 ക്യൂബ് 8 ആണ്, 8/3. ലോവർ ലിമിറ്റ് 0 ആയ കാരണം ഇത് മൊത്തം 0 ആയി പോകും. ദാറ്റ് ഈസ് 4 മൈനസ് 8/3 പ്ലസ് 0 വരും.
4 minus 8 by 3 എന്ന് പറഞ്ഞാൽ LC എടുത്താൽ 12 minus 8 by 3 that is 4 by 3. Option C ആണ് ആൻസർ. Next question, the differential equation y dy by dx plus x equal to a where a is a constant represents. ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് ആദ്യം കാണാം. y dy by dx plus x equal to a ആണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? നമുക്ക് ഈ എക്സിനെ പ്ലസ് എക്സ് എന്ന് നൽകുന്ന ഈ ടേമിനെ RHSലോട്ട് കൊണ്ടുപോകാം. ദെൻ y dy by dx equal to a minus x ആവും. then y dy equal to a minus x into dx. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ y dy equal to ഇൻ്റഗ്രൽ a minus x dx. that is y square by 2 equal to ax plus minus x square by 2 plus c വരും. 2 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്താൽ y square equal to 2ax minus x square plus 2c വരും. ഇതിൽ നമ്മൾ 2cനെ RHSൽ നിർത്തി ബാക്കിയുള്ള എക്സിൻ്റെ ടേംസിനെ എല്ലാം LHSലോട്ട് കൊണ്ടുവരികയാണ്. that is x minus x square LHSലോട്ട് വന്ന plus x square plus 2ax LHSലോട്ട് വന്ന minus 2ax. that is x square minus 2ax plus y square equal to 2c. ഇനി ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ x square minus 2ax plus a square ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതിനെ x minus ചെയ്ത ഹോൾ സ്ക്വയറിന് എഴുതാം. അതിനു വേണ്ടി ഞാൻ a square ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ x square minus 2ax plus a square plus y square equal to 2c plus a square. സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം RHSൽ 2cയുടെ കൂടെ പ്ലസ് എ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. അപ്പോൾ എന്ത് വന്നു ഇക്വേഷൻ? എക്സ് മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2c അല്ലേ? ഇതൊരു ഇക്വേഷൻ എന്തിൻ്റെ ഇക്വേഷനായിട്ടാണ് തോന്നുന്നത്? കാണുമ്പോൾ തന്നെ ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് അല്ലേ? ഫാമിലി ഓഫ് സർക്കിളാണ്. സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എയും 0യും ആണ്. ഒറിജിൻ സെൻറ്റർ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എയും സിയും ആണ്. സിയും അല്ല എയും 0യും ആണ്. പിന്നെ വൈ കോർഡിനേറ്റ് 0 ആയ കാരണം നമുക്ക് പറയാം ഈ സെൻറ്റർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലായിരിക്കും അല്ലേ? y 0 ആയ സ്ഥിതിക്ക് സെൻറ്റർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലായിരിക്കും. അപ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫാമിലി ഓഫ് സർക്കിൾ ഹാവിങ് സെൻറ്റർ ഓൺ ദ എക്സ് ആക്സിസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് ഓരോ ഓപ്ഷൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഫാമിലി ഓഫ് സർക്കിൾ ഹാവിങ് സർക്കിൾ ഓൺ ദ വൈ ആക്സിസിൽ ഒരിക്കലും വരില്ല, കാരണം സെൻറ്റർ a, 0 ആണ്. പിന്നെ ഫാമിലി ഓഫ് ഓൾ സർക്കിൾ ഹാവിങ് സെൻറ്റർ അറ്റ് ഒറിജിനിലല്ല, സെൻറ്റർ ഒരു പോയിന്റ് ഉണ്ട് a എന്ന് പറയുന്ന ഒരു പോയിന്റും 0യും ആണ്. ദെൻ ഫാമിലി ഓഫ് എലിപ്സ് ആണോ? എലിപ്സിൻ്റെ ഇക്വേഷൻ അല്ല. ഫാമിലി ഓഫ് ഹൈപ്പർബോളയുടെയും ഇക്വേഷൻ അല്ല ഈ കിടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ 5 ക്വസ്റ്റ്യൻസിലൂടെ ഇൻ്റഗ്രേഷനിലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോർമുലാസ് പ്രോബ്ലംസും വന്നു. ലാസ്റ്റ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനും നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്കെല്ലാം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.